കാരണം മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം വരുത്താനൊക്കത്തില്ല. ഇപ്പോൾ കരിമരുന്ന് കത്തിക്കട്ടെ, പക്ഷേ അത് ചൈനീസ് ഐറ്റായിരിക്കണം. കാരണം ഈ വലിയ ശബ്ദം കൊണ്ട് തലതെറിച്ച് പോകുന്ന ശബ്ദമുള്ളത് എന്തിനാ? അതിൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് പറ്റിയത് നല്ല വർണ്ണാഭമായ ഭംഗിയുള്ള നല്ല ഐറ്റങ്ങൾ അവതരിപ്പിക്കും. അത് ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. ഇതിപ്പോൾ അവിടെ പൊട്ടിയതല്ല, ആളിൻ്റെ കിലോമീറ്റർ അകലെ പോയതാണ്. ഈ അമുട്ട് പൊട്ടിയല്ല, ഡൈനാമിറ്റ് പൊട്ടിയാണ്. ഇരിക്കുന്നതിൻ്റെ എത്ര വലിപ്പമുള്ള ഡൈനാമിറ്റാണ്, ബോംബ് പോലെയുള്ള സാധനമാണ്. ഇതൊക്കെ പൊട്ടിച്ചിട്ട് അടുത്തുള്ള കെട്ടിടങ്ങളുടെ 2-3 കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങൾ ജനലും ഫ്രെയിമും എല്ലാം പൊട്ടിത്തെറിച്ച് പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇത്തരം ശക്തിയുള്ള കരിമരുന്ന് പ്രയോഗം എന്തിന്? അത് നിയമവിധേയമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അത് നിയമവിരുദ്ധമായി ഉണ്ടാക്കിയതാണ്. ഞാൻ ഭരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന അമ്പലത്തിൽ ഞാൻ വരുത്തി കരിമരുന്നും ആനയെ ഇല്ലാതാക്കി. കരിമരുന്ന് ഇതുപോലെ വലിയ ഡൈനാമിറ്റൊക്കെ ആയിരുന്നു പണ്ട്, 500-300 ഡൈനാമിറ്റ് കത്തിക്കുന്ന പട്ട് അതെല്ലാം ഇല്ലാതാക്കിയിട്ട് ഈ ചൈനീസ് മാത്രമാക്കി ചുരുക്കി. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നിർത്തുമെന്ന് പറഞ്ഞാൽ ആൾ ഉൾക്കൊള്ളുകയില്ല. ഘട്ടം ഘട്ടമായിട്ട് ഇതെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ്. ആര് നടത്തുന്നതായാലും നല്ല ഭംഗിയുള്ള നമ്മൾ സിനിമയിലല്ല, ഫോറിൻ കൺട്രീസിലൊക്കെ നല്ല അമുട്ടൊക്കെ കത്തിക്കണ ഇത് വർണ്ണാഭമായിട്ട് സൂര്യൻ പ്രകാശം തെറിക്കുന്ന പോലെയും നല്ല കളർഫുള്ളായിട്ട് അത് അവിടെ കത്തിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ കത്തിക്കുക. ആൾ നോക്കുന്ന ആനന്ദിക്കല്ലേ. ഈ തല ഉണ്ടാക്കുന്ന കർണ അടയ്ക്കുന്ന വലിയ അമുട്ടുകൾ പൊട്ടിച്ചിട്ട് ആളുകളെ ഇത്തരം കണ്ണിന് അസുഖങ്ങളുണ്ടാക്കുക, കർണത്തിന് അസുഖം ഉണ്ടാകുന്നത് ചെയ്യാതിരിക്കുക, അതാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ വലിയൊരു ഡൈനാമിറ്റ് പൊട്ടി ഇത്രയും ശബ്ദം ഉണ്ടായിരുന്നു, അതിനകത്ത് അഭിമാനം കൊള്ളുകയല്ല വേണ്ടത്. കണ്ണിന് ആനന്ദം നൽകുന്ന വർണ്ണാഭമായ വിവിധ ഐറ്റങ്ങൾ കാണിക്കാൻ അവർക്ക് സാധിക്കും. അത് കാണിച്ച് നടത്തുന്നതായിരിക്കും ഭംഗി നല്ലത്.